ക്രിസ്, എവിനെ ആരോ കിഡ്നാപ്പ് ചെയ്തു. വാട്ട്? എനിക്ക് പേടിയാണ്. എവിയോട് ആർക്ക് ഇത്ര ശത്രുത? ക്രിസ്, ഇനി ഇച്ചായം പറഞ്ഞ പോലെ അവന്മാരെങ്ങാനും ആണേലോ? വെയിറ്റ്, ഇച്ചായം വിളിക്കുന്നു. ഹലോ, നിങ്ങൾ പേടിക്കാതിരി, എവിക്കൊന്നും സംഭവിക്കില്ല. ആൻസൺ, അവരല്ല. പിന്നെ ആരായിരിക്കും എവിനെ കൊണ്ടുപോയെ? ആരാന്ന് പോലും അറിയാതെ നമ്മളെങ്ങനെ അവനെ കണ്ടുപിടിക്കും? നിങ്ങൾ പേടിക്കാതിരി, ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചത്. എവിയുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെ? ഇന്ന് ഞാനൊരു പെൻഡന്റ് അവന് കൊടുത്തിരുന്നു. ഇറ്റ്സ് എ GPS ട്രാക്കർ. അത് പൊളിച്ച്. ഇനി എന്തിനാ സമയം കളയാന്? നമുക്ക് പോയേക്കാം. ഞാനും ഉണ്ട്. അല്ല, ഇതുവരെ ആനി തിരിച്ചു വന്നിട്ടില്ല. അവള് വന്നോളൂ, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹരി, എന്നാ നീ ഇവിടെ നിൽക്കേ, ആനി വന്നാ പറഞ്ഞേക്ക്. ഓക്കെ? ഓക്കേടാ. നിക്കി, സൂക്ഷിക്കണം. എഴുന്നേറ്റോ? ഹബി, നീ എന്താ ഈ ചെയ്യുന്നേ? ഞാനിതെവിടാ? കൊള്ളാലോ, ഹബീന്നൊക്കെ നീ എന്നെ വിളിക്കോ? പുതിയ സംഭവമാണല്ലോ. ഓ, ഈ 1 മാസം കൊണ്ടുണ്ടായ മാറ്റമായിരിക്കും അല്ലേ? നീ എന്താ ഈ പറയുന്നേ? എന്താവേ? ഒന്നുമില്ലേലും നമ്മൾ 1 വർഷം റിലേഷൻഷിപ്പിലായിരുന്നതല്ലേ? എന്നിട്ട് നിനക്കെന്നെ മനസ്സിലാകുന്നില്ലേ? ക്രിസ്റ്റി, മനസ്സിലാക്കി കളഞ്ഞുള്ള കൊച്ചു ഗള്ള. ക്രിസ്റ്റി, എന്നെ ഒന്നും ചെയ്യരുത്. നീ പേടിക്കണ്ട, നിന്നെ ഞാനിപ്പോ ഒന്നും ചെയ്യില്ല. ഞാനെന്നീയും കരുതുന്നതിനേക്കാൾ വലിയ പുള്ളിയാ ക്രിസ്. 1 മണിക്കൂറിനകം അവൻ ഈ സ്ഥലം കണ്ടുപിടിച്ചു വരും നിന്നെ രക്ഷിക്കാൻ. അതിനുശേഷം നിന്നെ ഞാൻ എന്തേലും ചെയ്യും. നീ അവന്റെ മുന്നിൽ വെച്ച് തന്നെ ഇല്ലാതാവണം. അതുകൊണ്ട് ഇപ്പോഴേ നീ പേടിക്കണ്ട, അതിനുള്ള സമയം ഞാൻ തരാം. അല്ലവി, നിന്നെ അവൻ ക്രിസ്റ്റിയായിട്ട് ആൾമാറാട്ടം നടത്തി പറ്റിക്കുമായിരുന്നോ? അതോ ക്രിസ്സായി തന്നെ നീ അവനെ അംഗീകരിച്ചതാണോ? എന്തായാലും 1 മാസം പൊളിച്ചില്ലേ, ഇനി മതിയാക്കാം അല്ലേ? ക്രിസ്റ്റി, നിന്റെ പ്രശ്നം എന്താ? എനിക്ക് നീ അറിയാത്തതോ അറിയുന്നതുമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടേവി. ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്ത എന്നെ ഉപദ്രവിക്കാനായിട്ട്? നീ ചെയ്ത തെറ്റെന്താന്ന് നിനക്കറിയില്ലേ? നീ ക്രിസ്റ്റിനെ സ്നേഹിച്ചു, അതാ നീ ചെയ്ത തെറ്റ്. നിനക്ക് ഭ്രാന്താണ് ക്രിസ്റ്റി. അതെ, എനിക്ക് ഭ്രാന്താ. അങ്ങനെ നിങ്ങൾ രണ്ടും ഒരുമിച്ച് ജീവിക്കാന്ന് വിചാരിക്കണ്ട ക്രിസ്റ്റി. നീ ഒന്നോർത്തോ, വിധി അത് നിനക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. അതിനുള്ള തെളിവാ നിങ്ങളുടെ സോൾ സ്വിച്ച് ആയത്. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ സത്യമൊന്നും അറിയില്ലായിരുന്നു. എന്ത് ധൈര്യത്തിലാണ് നീ എന്നോട് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നേ? എന്റെ വിചാരം എനിക്ക് നിന്നെ ഇപ്പോഴും പേടിയാന്നാണോ? എന്നാ മോന് തെറ്റി. ഞാൻ സ്നേഹിക്കുന്നത് കൃഷ്ണയാണെന്ന് അറിഞ്ഞപ്പോ തന്നെ എന്നോടുള്ള സ്നേഹവും പേടിയും പോയതാ. അതുകൊണ്ട് മോൻ കൂടുതൽ ഷോ ഇറക്കണ്ട. ഓടാ മൈൻഡ്. അങ്ങനെ എവി, നിന്റെ രക്ഷകനെത്തിയല്ല. നിന്നെ കാണിച്ചു തരാടാ. ഇപ്പൊ നീ നിൽക്കുന്നത് 4ാം നിലയില. ഇവിടെ നിന്ന് അവന്റെ മുന്നിൽ വെച്ച് താഴോട്ട് തള്ളിയിട്ടാ തീരാവുന്ന അഹങ്കാരം നിനക്കിപ്പോ ഉള്ളു. ഇങ്ങോട്ട് നോക്കടാ. ക്രിസ്റ്റി, ഇവനെപ്പോഴാ കോമെന്ന് എഴുന്നേറ്റ്? ക്രിസ്റ്റി, ഡോണ്ട് ഡു എനിത്തിങ്. അവനെ വിട്ടേക്ക്. നിനക്ക് വേണ്ടത് തന്നെയല്ലേ? പ്രശ്നം നമ്മൾ തമ്മിലല്ലേ? അവനെ വിട്ടേക്ക്. എന്നിട്ട് നീ എന്നെ കൊന്നു. Kill me. നിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് പറഞ്ഞ് ഇവനെ രക്ഷിച്ച് മോൻ ഇവിടെ നിന്ന് പോകാന്ന് കരുതണ്ട. ക്രിസ്റ്റി, നിനക്കൊന്നും അറിയില്ല. നിനക്ക് എന്നോടുള്ള ദേഷ്യമാണ് ഇങ്ങനൊക്കെ ചെയ്യിപ്പിക്കുന്നത്. വെറുതെ തെറ്റായ തീരുമാനമൊന്നും എടുക്കരുത്. അത് നിനക്ക് നല്ലത് വരത്തില്ല. നീ ആരടാ? പള്ളിയിലെ മുക്കറിയും എന്നെ നല്ല നടപ്പ് നടത്താൻ? ക്രിസ്റ്റി, നീ അവനെ വിട്. അവനൊരു പാവ. എന്തിനാ നീ അവനെ ദ്രോഹിക്കുന്നേ? ആൻസൺ, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനിപ്പോ വരാം. എനിക്ക് കിട്ടിയ അൺഎക്സ്പെക്ടഡ് നിധിയാടാ ഇവൻ. എനിക്ക് നിന്നോടുള്ള ദേഷ്യവും വെറുപ്പും പകയും തീർക്കാൻ ഞാൻ അവസരം കാത്തു നിന്നപ്പോഴാ ഈ നിൽക്കുന്നവൻ നീയാണെന്ന് കരുതി എന്നെ പ്രപ്പോസ് ചെയ്യും. നിന്നോട് പകരം വീട്ടാൻ തന്നെയാടാ ഞാനത് അക്സെപ്റ്റ് ചെയ്തത്. ഇവനെ ടോർച്ചർ ചെയ്ത് ഞാൻ സന്തോഷിച്ചു. കാരണം നിങ്ങൾ തമ്മിൽ അയച്ച കത്തൊക്കെ ഞാൻ കണ്ടായിരുന്നു. ക്രിസ് ഇമ്മാനുവലിന് ഈ ലോകത്ത് ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, അത് ഈ നിൽക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. അത് തന്നെയാണ് നിന്റെ വീക്ക്നെസ്സും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആരുടെ മുമ്പിലും താഴാത്ത നീ ഇവന് വേണ്ടി എന്റെ മുന്നിൽ കിടന്ന് കെഞ്ചുന്നത്. ഇതിനു വേണ്ടിയാടാ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. പക്ഷെ വിധി നിനക്ക് അനുകൂലമായതുകൊണ്ട് നമ്മുടെ സോള് സ്വിച്ചായി. ഞാൻ കോമയിലുമായി. ഇനി ഇവനെ നിനക്ക് സ്വന്തമാക്കാൻ കഴിയാത്തതിനെ ചൊല്ലി നീ നീറി ജീവിക്കും. അങ്ങനെ എനിക്ക് കിട്ടാത്തതൊന്നും
നീയും അനുഭവിക്കണ്ട ക്രിസ്റ്റി. ഞാൻ പറയുന്നത് നീ കരുതുന്നതൊന്നുമല്ല സത്യം. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ഇതിനെ രക്ഷിക്കാൻ കഴിയില്ല ക്രിസ്. ഞാൻ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു, ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നീ അവളെ കൊന്നു. നീ കാരണമാ അവളെന്റെ ലൈഫിൽ നിന്ന് പോയത്. നോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അവളായിട്ട് തന്നെ ചാടിയതാണ് നമ്മളെ തെറ്റിക്കാൻ. ഞാൻ വിശ്വസിക്കില്ല. തെളിവില്ലാതെ ഈ ക്രിസ്റ്റി ഒന്നും വിശ്വസിക്കില്ല. ഞാൻ നാൻസിയെ മറന്ന പോലെ നീ എവീനെ അങ്ങ് മറന്നേക്ക് ക്രിസ്റ്റി. നോ പ്ലീസ്. ശരിടാ, ഇവനെന്താ എഴുന്നേക്കാത്ത? ക്രിസ് ഇവന്റെ ബോധം പോയോ? ക്രിസ് എഴുന്നേക്ക, എനിക്കൊന്നും പറ്റിയില്ല. ക്രിസ് കണ്ണു തുറക്ക. ഇനി എവി വീഴാൻ പോയപ്പോ ഹാർട്ട് അറ്റാക്ക് വന്നതാണോ? സീരിയസ് സിറ്റുവേഷനിൽ ഇങ്ങനെ മണ്ടത്തരം പറയാതിരി. സോറി, എന്റെ കാൽക്കുലേഷൻ വെച്ച് പറഞ്ഞതാ. എന്തായാലും മിക്കി, നീ കറക്റ്റ് സമയത്ത് 3ാം നിലയിൽ നിന്ന് താഴെ വീഴാൻ പോയ എവിനെ പിടിച്ചോണ്ട് അവൻ രക്ഷപ്പെട്ടു. ഇല്ല എന്തായാനെ. അങ്ങനൊന്നും എന്റെ ചെക്കനെ മരിക്കാൻ ഞാൻ വിടില്ല. ക്രിസ്റ്റിന്റെ ബോയ് ഫ്രണ്ടിന് മുമ്പേ അവനെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, അത് മറക്കണ്ട മിക്കി. താങ്ക് യു സോ മച്ച്. എന്തിനാ താങ്ക്സ് ഒക്കെ? നിന്നെ അങ്ങനൊന്നും വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മോനെ. എന്നാലും ഇവൻ എന്താ പറ്റിയേ? ശരിയാ, അല്ല ക്രിസ്റ്റി അവനും ബോധം കേട്ടാ. ഇത് പാനിക് അറ്റാക്ക് ആവാനേ വഴിയുള്ളൂ. എന്നാലും ഇവൻ ഇത്ര ലോലനായിരുന്നു. ക്രിസ് എഴുന്നേക്ക് ക്രിസ്. എവി ഇവൻ എഴുന്നേക്കാതെങ്ങനെ സംസാരിക്കുന്നേ? നീ മനസ്സിന്ന് പറയുന്നത് വല്ലോണ്ടോ? ഈ പൊട്ടനെ കൊണ്ട് തിരിഞ്ഞു നോക്കടാ. എവി, ഹബ്ബി, ഇവിടെ എന്തെയും നടക്കുന്നേ? ഇവര് തമ്മിൽ സ്വിച്ച് ആയോ? എന്താ? അതെ, ബാക്ക് ടു നോർമൽ. അതെങ്ങനെ? എന്നോടാണ് ചോദിക്കുന്നത്? ഞാനും നിന്നെ പോലെ ഇവിടെ നിൽക്കല്ലേ, പിന്നെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അറിയില്ലേ, പറഞ്ഞ പോരെ. എന്തിനാ ഇങ്ങനെ ചൂടാവുന്നു? പിന്നെ ഓരോ മണ്ടത്തരം പറഞ്ഞ് വന്നോളും. പറച്ചില് കേട്ടാത്തൊന്നും താൻ മണ്ടത്തരം പറയാറേ ഇല്ലെന്ന്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അപ്പൊ എനിക്ക് ദേഷ്യം വരുന്നില്ലെന്നാണോ? ചുമ്മാ കളിക്കല്ലേ. എനിക്കും അതന്നെ പറയാനുള്ള. ചുമ്മാ കാര്യം പറഞ്ഞതിന്റെ ഇടയ്ക്ക് ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കാൻ നോക്കുന്നു. ഞാനല്ല. ക്രിസ്റ്റാണോ? അത് വെടിയൊച്ചയാ. ക്രിസ് വെടിയുണ്ട വിഴുങ്ങി ഒച്ച ഉണ്ടാക്കാൻ. നീ തലച്ചോറിന് പോലും ചകിരിച്ചോറും കൊണ്ടാണോ നടക്കുന്നേ? ഇവിടെ പൊട്ട ഇപ്പൊ കേട്ടത് ഇറ്റ്സ് എ ഗൺ ഷോട്ട്. ഓ മൈ ഗാഡ്. നീ പേടിക്കണ്ട, കൂടെ ഞാനല്ലേ. എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ നീ എന്തിനാ ദൈവത്തെ വിളിച്ച്? ഇത്തരം സിറ്റുവേഷനില് ഈ ഡയലോഗ് മുഖ്യല്ലേ, അതുകൊണ്ട് ഇവനെ കൊണ്ട്. എവി, കണ്ടിട്ടൊരു അടിക്കുള്ള കോളുണ്ട്. നിങ്ങൾ സൈഡിലോട്ട് മാറി നിന്നോ. കൂടി പറങ്ങാണ്ടിത്തലേനും കൂട്ടി. പറങ്ങാണ്ടിത്തല നിന്റെ വാപ്പച്ചി. കിട്ടിയില്ലേ? കിട്ടി, ബോധിച്ചു. അല്ല, ഇതിനെ എന്ത് ചെയ്യും? ഇതിനെ എടുത്ത് കുഴിച്ചിട്ടാലോ? എടാ പൊട്ട, അവന് ജീവനുണ്ട്, ബോധം പോയെന്നേ ഉള്ളൂ. അവന് ബോധം വന്നാ പണിയാ. അവനെ സൈഡിലേക്ക് മാറ്റി വെക്ക്. മാറ്റി വെച്ചിട്ട് എന്തിനാ? അച്ചാറാക്കാനോ? അല്ല ടച്ചിൻസ് ആക്കാൻ. പറയുന്നത് കേക്കടാ. വായവി, നമുക്ക് ഗാലറിയിൽ നിന്ന് കളി കാണാം. പാവം ചങ്ങായി, എപ്പോഴും കോമയെ കിടക്കാനാ വിധിയും തോന്നുന്നു. എന്റെ പെങ്ങള് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല മോനെ. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് സഹായം ചോദിച്ചേ. അതുകൊണ്ട് കൈകൊണ്ട് ആളെ കൂട്ടിങ്ങ് പോന്നു. ഹലോ, ഇയാളാണോ നീ സഹായം ചോദിച്ചു ചെന്ന്? പുച്ഛിക്കാൻ വരട്ടടാ മോനെ. ആളറിഞ്ഞിട്ട് നീ പുച്ഛിക്കേ. ലേറ്റസ്റ്റ് ആയിട്ട് നടന്നു വരുന്ന ന്യൂസിൽ കേട്ടിട്ടുള്ള മാഫിയ വിളയാട്ടം അതിതാ ഇപ്പൊ അരങ്ങേറാൻ പോവാ. ശരിക്കും? അല്ല, നീയും പെങ്ങള് പോയ വിഷമത്തിൽ പ്രതികാരത്തിനിറങ്ങിയ ഈ അനിയൻകുട്ടനാണോ ഞങ്ങളെ തീർക്കാൻ പോണെ? നിന്റെയൊക്കെ അഹങ്കാരം എനിക്ക് തീർക്കാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ എന്റെ പെങ്ങള് പറഞ്ഞു നിന്നെ ജീവനോട് അവൾക്ക് വേണം, അതുകൊണ്ട് മാത്രം. ഇപ്പൊ ഞങ്ങള് വന്നത് നീ സ്നേഹിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, എന്തായിരുന്നടാ അവന്റെ പേര്? അയാൻ. അയാൻ
അവനെ തീർക്കാനാ. ദാ, ഈ മച്ചാനെ കൂട്ടി വിളിച്ച് ഞങ്ങളിങ്ങി പോന്നെ. ചെറിയ ചെക്കന്മാരെയൊക്കെ കൊല്ലാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ആവശ്യം വന്നാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? നീ കൂടുതലങ്ങ് സംസാരിക്കുന്നുണ്ടല്ലോ മോനെ. എടാ, നിന്നെ തീർക്കാതിരിക്കാൻ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മിണ്ടാതിരുന്നില്ലേ ആദ്യ വെടി നിന്റെ നെഞ്ചത്തൂടായിരിക്കും. താൻ പോയി ആ ചെക്കനെ പിടിച്ച് തീർക്ക്. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ ഈശ്വരാ, ഈ അടുത്തൊന്നും ഞാൻ ഇത്രയും വലിയ തമാശ കേട്ടിട്ടില്ല. ഡാ മോനെ, നീ എല്ലാം അറിഞ്ഞു. എന്നിട്ടും നീയൊക്കെ ടാർജറ്റ് ചെയ്ത എന്റെ ചെക്കന്റെ ചേട്ടനാണ് ഈ നിൽക്കുന്നതെന്ന് മാത്രം അറിഞ്ഞില്ലല്ലോടാ കുട്ടാ. എന്താ പാവം, തിരക്കിന്റെ ഇടയില് വിട്ടുപോയതായിരിക്കുംടാ. താൻ അയാളെ കൊല്ലാൻ വേണ്ടി വന്നല്ലേ? പിന്നെന്താ ഇവരിങ്ങനെ പറയുന്നേ? അതേലോ, കൊല്ലാൻ തന്നെ വന്നേ. പക്ഷെ അതെന്റെ അനിയനെ അല്ല. നിന്നെ പോലുള്ള വെടലിനെയൊക്കെ വെച്ചോണ്ടിരിക്കുന്നതിന് ഞങ്ങളെ പോലുള്ളവർക്ക് പണിയാ. നിന്നെയൊക്കെ തീർക്കാൻ എനിക്ക് സെക്കൻഡ്സുകൾ മതി. പക്ഷേ ക്രിസ്ത്യനൊരാഗ്രഹം, അവന്റെ ചെക്കനെ ദ്രോഹിക്കാൻ തീരുമാനിച്ച നിന്നെയൊക്കെ അവന് തന്നെ കൊല്ലണമെന്ന്. പിള്ളേരെന്തേലും ആഗ്രഹം പറഞ്ഞ അത് സാധിച്ചു കൊടുക്കേണ്ടത് ഇച്ചാനായി എന്റെ കടമയല്ലേടാ. ഓടെ കളി പഠിപ്പിക്കാം. പക്ഷെ അത് നിന്നേക്ക് 5-6 കൂടുതലുണ്ടാവാനോടാവരുത്. മോനെ, നീ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കിയ ആ ടീം തന്നെയാടാ ഞങ്ങള്. ഞങ്ങളെ പേര് വെച്ച് ഞങ്ങളെ തന്നെ പേടിപ്പിക്കാൻ നോക്കി നിന്റെ ബുദ്ധി. ക്രിസ്, ഭയക്കുന്നതിന്റെ ഇടയില് അവരാരൊക്കെയാണെന്ന് തിരക്കാൻ ഇവര് മറന്നുപോയി കാണും. അല്ലടാ അനിയ, ഇങ്ങനൊരടി ഞങ്ങള് പ്രതീക്ഷിച്ചില്ല. പക്ഷെ നിന്നെയൊക്കെ ഒതുക്കാൻ ഞങ്ങള് കയ്യും വീശി ഒറ്റയ്ക്ക് വരുമെന്ന് കരുതിയോടാ. എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ? ഇച്ചായനെന്താ ഇവിടെ റോള്? നിന്റെ ഇച്ചായൻ നെതർലാൻഡില് എന്ത് പണിയാന്നാ പറഞ്ഞ്? ഏതോ IT കമ്പനിയിലാന്നാ പറഞ്ഞ്. എടാ, ഇതിന്റെ എല്ലാം ഹെഡേ ഇച്ചായനാ. എന്തോന്ന് രവി? നമ്മള് കണ്ടോണ്ടിരുന്നതോ കേട്ടോണ്ടിരുന്നതോ ഒന്നും അല്ല സത്യാവസ്ഥ. എല്ലാം ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഇതെന്താടാ മോനെ, ഈ 150 രൂപയും ബിരിയാണിയും തരാന്ന് പറഞ്ഞപ്പോ കൂടെ ഇറങ്ങി വന്നയാണോ? നിനക്കൊക്കെ മാത്രമല്ലടെ ഗ്യാങ്ങും ടീമും ഉള്ളേ. നിനക്കൊന്നും ഈ ജിമ്മി ആരെന്ന് അറിയില്ല. ഈ തുക്കട പിള്ളേരെ കാണിച്ച് ഞങ്ങള് വിരട്ടാൻ നോക്കാണ്. നിനക്കൊന്നും ഞങ്ങള് ഇതുവരെ മനസ്സിലായില്ലല്ലോടാ മക്കളെ. നിങ്ങളെവിടാ? ഞങ്ങള് വന്നോണ്ടിരിക്കുക. ഓക്കെ, വേഗം വാ. എന്നാ തുടങ്ങിയാലോ? പിന്നെന്താ. നമുക്ക് ഇറങ്ങിയാലോ ഒരു ഓളത്തിന്? എന്തിന്? എല്ലടിയാനും. നീ അവരെ നോക്കിയേ, നിന്റെ ഇരട്ടിയുണ്ടോ? അവന്മാര് ചുരുട്ടി എടുക്കുന്നില്ല. വേണ്ട അല്ലേ? അല്ലേലും അമിത ആവേശം ആരോഗ്യത്തിന് ഹാനികരമാണ്. തിരിച്ചറിവ് എപ്പോഴും നല്ലതാണ്. മതിയാക്ക്, നിന്നെ നേരത്തെ തീർക്കേണ്ടതായിരുന്നു. സാരല്ല, ദൈവം നിനക്ക് ആയുസ് കൂട്ടി തന്നൂന്ന് വിചാരിച്ചാ മതി. എന്നാ അന്നേരമെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാനുള്ളതിന് പോട്ടാൻ. വേണ്ട പ്ലീസ്, വേണ്ടെന്നോ. പിന്നെ ഞാനെന്തിനാ ഇത്ര ഡയലോഗ് അടിച്ചേ? നീയൊന്നും ഒരു കാലത്ത് ഗുണം പിടിക്കില്ലടാ. ആരങ്ങ് പേടിച്ച്. ഈ പ്രാക്കൊന്നും എനിക്ക് കേൾക്കൂലടാ. പുതിയ വല്ലതും ഉണ്ടേ പറ. അല്ല വേണ്ട, നീ പറയണ്ട. ഇവനെന്തീ കാണിക്കണേ? എന്താടാ മോനെ വയ്യ നിനക്ക്? വടയോ?
ആ കിട്ടി. അയ്യോ എവി, എക്സ്ക്യൂസ് മീ. നാൻസി. Chance. Kila direction ina bring wealth cause na effect naangalia kwa sky I shine na get a bet. എന്താ ക്രിസ്, ഷോക്കായോ? മരിച്ചുപോയ ഞാൻ എങ്ങനെ ഉയർത്തെഴുന്നേറ്റു എന്നാണോ ചിന്തിക്കുന്നത്? ക്രിസ്, എന്റെ ഇഷ്ടം നിന്നോട് പറഞ്ഞ് നീ എന്നെ തള്ളി പറഞ്ഞപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചതാ നിന്നെ ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന്. അതിന്റെ ആദ്യപടിയായി തന്നെ നിന്നെയും ക്രിസ്റ്റിയും ഞാൻ അകറ്റിയത്. അതോടെ നിന്റെ ലൈഫ് തകിടം മറിയെന്ന് ഞാൻ കരുതി. പിന്നീട് എന്റെ പിറകെ നീയോ അല്ലെ എന്നോട് പ്രേമം മൂത്തിരുന്ന ആ പൊട്ടനോ പുറകെ വരാതിരിക്കാനാ ഞാൻ മരിച്ചെന്ന് വരുത്തി തീർത്ത്. പക്ഷെ ഈ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞു നിനക്കൊരാളെ ഇഷ്ടമാണെന്ന്. അതും ഈ പീറച്ചക്കനെ. എനിക്ക് കിട്ടാത്തതൊന്നും വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാ പ്ലാൻ ചെയ്ത് ഇവനെ അങ്ങ് തട്ടാന്ന് തീരുമാനിച്ച്. നീ എന്താടി പൊന്നാരമോളെ കരുതിയേ? നീ പെട്ടെന്നങ്ങ് പൊങ്ങി വന്നപ്പോ ഞാനങ്ങ് ഞെട്ടി പണ്ടാരടങ്ങിയെന്നു. ഞാൻ അറിഞ്ഞതടി നീ ജീവനോടുള്ള കാര്യം. സർ, ഇതാണ് സാറ് ചോദിച്ച ജിമ്മിയുടെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇത് നാൻസി, ജിമ്മിയുടെ പെങ്ങളാ. ഇവള് മരിച്ചില്ലേ? കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ഞങ്ങൾ ഇവളെ അന്വേഷിച്ചപ്പോ ഇവൾ ആക്സിഡന്റിൽ മരിച്ചെന്നാ ഞങ്ങൾ അറിഞ്ഞേ. നോ സർ, ഇവളിപ്പോഴും ജീവനോടുണ്ട്. ലൊക്കേഷൻ ട്രാക്ക് ചെയ്തപ്പോ ജിമ്മിയുടെ കൂടെ ഇവളെയും കണ്ടായിരുന്നു. അവരൊരുമിച്ചാണ് താമസിക്കുന്നത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയൊന്നും ആവില്ലായിരുന്നു. ക്രിസ്റ്റി ചെന്ന് കണ്ട് പ്രശ്നങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കിയേനെ. എവി, കോള് വരുന്നു, അറ്റൻഡ് ചെയ്തിട്ട് വരാവേ. ഓക്കെ. ഹലോ അപ്പ, എന്താ വിളിച്ചേ? ആ ക്രിസ്റ്റി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? നിന്റെ പഴയ കാമുകി നാൻസി ഇപ്പോഴും ജീവനോടുണ്ട്. എന്താ? അതേടാ, അവൾ എന്തിനാ ഇങ്ങനൊരു പണി ചെയ്തെന്നറിയില്ല. അറിഞ്ഞപ്പോ കൈയോടെ നിന്നെ അറിയിച്ചേക്കാന്ന് കരുതി. ഇനിയെങ്കിലും പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആവട്ടെ എന്ന് കരുതി. ഞാൻ അപ്പനെ വിളിക്കാം. നീ എന്താടി പുല്ലേ കരുതിയേ? എനിക്കിട്ട് പണിതിട്ട് എന്റെ ചെക്കനെയും തീർത്തിട്ട് അങ്ങ് വലസ എന്ന്. അതിന് നീ രണ്ടാമത് ജനിക്കണം. യു ബ്ലഡി. മാറി നിക്കടി പെണ്ണുമ്പുള്ളെ. ഓ, മാസായി വരുമ്പോ ഈ കുട്ടിത്തേവാങ്ങ് സ്കോർ ചെയ്യാണല്ലോ. നീ ചത്തന്ന് കരുതിയോണ്ടാടി പുല്ലേ, ഇല്ല നിന്നെ ഞാൻ തന്നെ തീർത്തേനെ. What the fuck? അതാരോ? ക്രിസ്റ്റി? ചതിച്ചതാണല്ലടി കഴിവേറുള്ള മോളെ. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചപ്പോ നീ. ക്രിസ്റ്റി, ഇവൻ പറയുന്നൊന്നും കേൾക്കരുത്. അതിലൊന്നും സത്യമില്ല. നിനക്കിപ്പോഴും എന്നെ ഇഷ്ടല്ലേ? നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന മൊമെന്റ്സ് ഒക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര മനോഹരമായിട്ടാ പോയിക്കൊണ്ടിരുന്നേ. എല്ലാം കുളവാക്കിയത് ഇവനല്ലേ? ഞാൻ പറയുന്നത് കേക്ക് ക്രിസ്റ്റി. നിന്റെ നാടകം ഞാനെല്ലാം കേട്ടു. നീ ചെയ്ത് കൂട്ടിയതെല്ലാം, നമ്മള് തമ്മിലുള്ള മൊമെന്റ്സ്, അതാലോചിക്കുമ്പോ എനിക്കിപ്പോ എന്നോട് തന്നെ ദേഷ്യം തോന്നുക. ഇവിടെ നിന്നെ തീർക്കാൻ ആരെക്കാളും യോഗ്യൻ ഞാനാ. അതുകൊണ്ട് മോളങ്ങ് വിശ്രമിക്കണേ. ഇത് കുറച്ച് ഞാൻ നേരത്തെ ചെയ്യണമായിരുന്നു. ക്രിസ് മാറ്. എവി, no, 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 എവി, എവി, please, കണ്ണടക്കില്ല. എവി, എവി, please, കണ്ണടക്കില്ല. എവി. ഹേയ് ചായ, എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കെട്ടിയെടുക്കുന്നത്. സോറി ചായ, കുറച്ച് ലേറ്റായി പോയി. കുറച്ചധികം സോറി ചായ. പറഞ്ഞോണ്ടിരിക്കാൻ സമയമില്ല. ഇവന്മാരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ക്രിസ്, നീ വേഗം എവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോ. അതെ ക്രിസ്, വാ. യുവന്മാരെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകും. ഈ ചായ വേഗം ഇവിടെ ക്ലിയർ ചെയ്യണം. പോലീസിന് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവരെപ്പോ വേണേലും ഇവിടെ എത്താം. ഒരു തെളിവുകളും അവശേഷിപ്പിക്കരുത്.
ഡോക്ടർ, എന്റെ രവി ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്. വേഗം എത്തിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. ബോധം വരുമ്പോ ഞങ്ങൾ അറിയിക്കാം. ക്രിസ് ഇങ്ങനെ കരയാതെ, അവനൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ കാരണമല്ലോ ഇത്. അവന് ഇപ്പൊ ജീവന് വരെ. ക്രിസ് നീ ഇങ്ങനെ പാനിക് ആകാതെ, അവൻ റിക്കവർ ആകും. രവി കണ്ണ് തുറക്കുന്നതിന് മുമ്പ് അവനെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം. മിക്കി, ആനി, നീ ഇതുവരെ എവിടെയായിരുന്നു? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ എവിക്ക് എങ്ങനുണ്ട്? ഞാൻ ഇപ്പോഴാ കാര്യങ്ങളെല്ലാം അറിഞ്ഞേ. ബോധം വന്നിട്ടില്ല. നിങ്ങൾ ഇവിടെ തന്നെ കാണണം. എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് പണി ബാക്കിയുണ്ട്. ഡാ, എന്താടാ മോനെ, നീ ഇങ്ങനെ ധൃതി പിടിക്കാതെടാ കുട്ടാ. നിന്നെ ഉടനെ തന്നെ നിന്റെ പെങ്ങളുടെ അടുത്തോട്ട് വിട്ടേക്കാം. നിന്നൊന്നും ഞാൻ വെറുതെ വിടില്ല. അതിന് നീ ജീവനോട് ഉണ്ടായിട്ട് വേണ്ടടാ. ക്രിസ്, നീ വന്നു. എവിക്കിപ്പോ എങ്ങനുണ്ട്? അവനിപ്പോ സേഫാന്നാ പറഞ്ഞു. അവൻ കണ്ണു തുറക്കുന്നതിന് മുമ്പ് അവൻ ഈ അവസ്ഥയിലാക്കി നീ ജീവനോട് ഉണ്ടാവാൻ പാടില്ല. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ ചായ? ഇല്ലടാ. ക്രിസ്റ്റി, അവൻ പോലീസിന് കീഴടങ്ങി. എന്ത്? അതേടാ, നിന്റെ അപ്പൻ നാൻസിയുടെ കാര്യമെല്ലാം അറിഞ്ഞു. ക്രിസ്റ്റിയാണ് ചെയ്തതെന്ന് പറഞ്ഞ് അവൻ കീഴടങ്ങി. അങ്കിളിപ്പം മൊത്തത്തിൽ ഡൗണാ. ഭാഗ്യത്തിന് നമുക്കെതിരെ തെളിവൊന്നുമില്ല. അതുകൊണ്ട് നമ്മള് സേഫാ. ക്രിസ്, നീ ഓക്കെ അല്ലേ? നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഡോക്ടർ പറഞ്ഞല്ലേ അവൻ സേഫ് ആണെന്ന്. പിന്നെന്താ? അതല്ലേ ചായ, ഞാൻ കാരണം അവന്റെ ലൈഫില് എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടായേ. എടാ, ഗിൽറ്റായി ഫീൽ ആവാതെ എന്നെ കണ്ടില്ലേ ഞാനിത് കൂളായി നിക്കണ. ആ കണ്ണീര് തുടച്ചിട്ട് പറ പോടാ. എനിക്ക് ടെൻഷനൊന്നുമില്ല, പിന്നെ ചെറിയൊരു ഭയം അല്ലേ. നീ ഒന്ന് ചിന്തിച്ചേ. ആൻസം പറഞ്ഞത് വെച്ച് ഹെവി നീ ക്രിസ് ആണെന്ന് നേരത്തെ ഒരു ധാരണ ഉള്ളതുകൊണ്ട് അത്ര പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്റെ കാര്യം അങ്ങനെയാണോ? ഇത്രയും നാളെ നെതർലാൻഡ് IT കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്ന ചേട്ടൻ പെട്ടെന്നൊരു ദിവസം കൊറിയ മാഫിയ ഗ്രൂപ്പിന്റെ ഹെഡാണെന്നറിഞ്ഞ അവൻ നിങ്ങളെ തല്ലിക്കൊറ്റും. ഇതെന്റെ അപ്പൻ അറിഞ്ഞാലോ? നിങ്ങളെ വീട്ടിൽ നോട്ട്. ഇവനെ കൊണ്ട് വല്ലാത്ത തൊല്ലയാണല്ലോ. അളിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഉറം വെച്ച് തന്നാണ്ടല്ലോ. ഇതിന്റെ ഇടയ്ക്ക് അതൊക്കെ എപ്പോ സംഭവിച്ചു? അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇവന്റെ പെങ്ങളും ഞാനൊന്ന് സെറ്റ് ആകേണ്ടി വന്നു. ഇതിൽ കൂടുതലൊന്നും ഇനി ഇങ്ങേർക്ക് വരാനില്ല. ഇവൻ അമ്മീ എന്നാലും ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇവരെ സോൾ സ്വിച്ച് എങ്ങനെ സംഭവിച്ചു എന്ന്. അത് ശരിയാ, ഞാൻ എങ്ങനെയാണോ ബാക്ക് ടു നോർമൽ ആയെന്ന് ഇപ്പോഴും എനിക്കൊരു പിടിയില്ല. എടാ, എനിക്കൊരു കാര്യം കത്തി. നീ എല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിക്കേ. എവിയുടെ ലൈഫ് ട്രാജിക് ആകുന്നിടത്താണ് ആദ്യമായി നിങ്ങളുടെ സോൾ ആക്സിഡന്റിലൂടെ സ്വിച്ച് ആകുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലേ? എവിക്ക് ആപത്ത് സംഭവിക്കാൻ പോകുന്നത് കണ്ടിട്ടല്ലേ നിങ്ങളുടെ സോൾ വീണ്ടും സ്വിച്ചായി ബാക്ക് ടു നോർമൽ ആയേ. അത് ശരിയാ. അപ്പോ ഇതെല്ലാം സംഭവിച്ചത് എവിക്ക് വേണ്ടിയായിരിക്കും അല്ലേ? എടാ, എവി ഒരു പ്യുവർ സോളല്ലേ. അവന് വേണ്ടി കർത്താവ് അയച്ച വല്ല മാജിക്കുമായിരിക്കും ഇത്. ഇതൊക്കെ ഒരു മിത്താണെന്നാ ഞാൻ കരുതി. നമ്മള് മിത്തെന്ന് കരുതുന്ന പലത് റിയൽ ആണെന്നേ. എന്നാലും നീ ഇതൊക്കെ എങ്ങനെ അടിയറിഞ്ഞ്? നീ എന്താ കരുതിയെ? നിങ്ങള് രണ്ടും എന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചാ ഞാനൊന്നും അറിയില്ലെന്നോ? സോറിഡി, നിന്റെ സമാധാനം കൂടെ കളയണ്ടെന്ന് ഓർത്തിട്ട. അല്ല, നീ എങ്ങനെ ഇതെല്ലാം അറിഞ്ഞ്? ആൽവിൻ ഇച്ചായൻ പറഞ്ഞു. ഇച്ചായനോ? അത് നിന്നോട്? അത് പിന്നെ ഞങ്ങള് പരസ്പരം മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. അങ്ങനെ അയച്ചയച്ച് ഞങ്ങള് ചെറുതായി ഒന്ന് സെറ്റായി. ഭയങ്കരി, ഇതിന്റെ ഇടയിൽ അങ്ങനെ ഒരു റൂട്ട് ഉണ്ടായിരുന്നു? ബീച്ച് വെച്ച് ഞാനൊരു ഫ്രണ്ടിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇച്ചായന. അന്നാ ഞാൻ കള്ളത്തരം കൈയോടെ പൊക്കി. അങ്ങനെയാ ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. എല്ലാം അറിഞ്ഞപ്പോ എവിടെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം തോന്നി. എങ്ങനെ പോകേണ്ടതായിരുന്നു. ഇപ്പതാ ഇങ്ങനെയൊക്കെ ആയി. എന്തായാലും എല്ലാത്തിനും ഒരു തീരുമാനമായില്ലേ, അത് മതി. ഇനി വേണമെന്ന് സമാധാനമായി ഉറങ്ങാൻ. അയന്റെ കൂടെ വന്നവരാരാ? ഞങ്ങളാ. എന്താ? എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടാക്കി നാട്ടിൽ തന്നെ കൂടാം അല്ലേ? അതാണ് നല്ല. ഇനി പഴയ പോലെ അല്ലല്ലോ.
ഫാമിലി ഒക്കെ ആയില്ലേ, ഇനി നല്ലൊരു കുടുംബനാഥനാവണം. നടന്നാ മതി. ഇനി ഞാൻ ചെരുപ്പ് എറിയണോ? വേണ്ടായേ. ഹലോ മിക്കായൽ, ശരിക്കും ദാ ഞാനിപ്പോ വരാം. എന്താടാ? എവി കണ്ണുറന്നു റൂമിലോട്ട് മാറ്റിന്ന്. കൊള്ളാലോ. അപ്പൊ നീ ചെന്ന് കണ്ടിട്ട് വാ. പറയേണ്ടതെല്ലാം പറഞ്ഞ് പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്. ചെല്ല്. ഓൾ ദി ബെസ്റ്റ് അളിയാ. കർത്താവെ, മിന്നിച്ചേക്കണേ. ഇവൻ എവിടെ പോയി? എവി, എവി, ക്രിസ്, എവി, നിന്റെ വൈബ്. എന്റെ പേര് കേൾക്കാൻ ഞാൻ എത്ര കൊതിച്ചിരുന്നു എന്നറിയോ? അതെന്നെ ഇത്ര സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ക്രിസ്, എന്നോട് ക്ഷമിക്കും. നിന്റെ ലൈഫിൽ നടന്ന എല്ലാത്തിനും കാരണം ഞാൻ കാരണം നീ ഒരുപാട് വിഷമിച്ചു. മാപ്പ്. എന്നെ വെറുക്കരുത്. ഹേയ്, കരയാതിരി. എന്നെ ഞാൻ വെറുക്കാനാണേല് നീ എന്നെ പറ്റിക്കുവാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ആകാരുന്നല്ലോ. ഐ ആം സോറി. നീ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളേ നമ്മുടെ ഇടയിൽ താങ്ക്സും സോറിയും പാടില്ലെന്ന്? എന്നിട്ടിപ്പോ നിനക്ക് ഇപ്പൊ പരിക്കേറ്റത് ഞാൻ കാരണമല്ലേ? നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്ന ഞാൻ എങ്ങനെ സഹിക്കൂടാ? ക്രിസ്, കരച്ചില് നിർത്ത്. എന്നെ നോക്കിക്കേ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം നീ കാരണമെന്ന് പറഞ്ഞ് സ്വയം ചെയ്യാതെ. അതിന്റെ ആവശ്യമില്ല. എന്റെ ലൈഫിൽ നടന്നതെല്ലാം വിധിയായിരുന്നു. ഒന്നിക്കേണ്ട നമ്മളെ പിരിച്ചതും പിന്നീട് ഇപ്പൊ നമ്മളെ തിരിച്ചൊന്നിപ്പിച്ചത് വിധി തന്നെയാ. ലൈഫില് സന്തോഷം മാത്രമല്ലല്ലോ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായ അത് ലൈഫും അല്ല. അങ്ങനെ കരുതിയാ മതി. അല്ലാതെ വെറുതെ എല്ലാം നീ കാരണമെന്ന് സ്വയം ബ്ലെയിം ചെയ്യാതിരി. അങ്ങനെ ചെയ്യുവാണെ എന്റെ ഭാഗത്തല്ലേ കൂടുതൽ തെറ്റ്. ആരെന്ന് പോലും തിരക്കാതെ നിന്റെ വേറെ ഒരു ഫോട്ടോ കണ്ടിട്ട് ക്രിസ്റ്റിയെ പോയി ഞാൻ പ്രപ്പോസ് ചെയ്തു. പിന്നീട് അവൻ ടോക്സിക് ആണെന്ന് അറിഞ്ഞിട്ടും അതെന്തുകൊണ്ടാന്ന് പോലും ഞാൻ തിരക്കിയില്ല. അവൻ ചെയ്ത എല്ലാ ദ്രോഹവും ഞാൻ സഹിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം അപ്പോ എന്റെ കുറ്റം കൊണ്ടല്ലേ? അതുകൊണ്ടാ പറഞ്ഞ് സ്വയം ബ്ലെയിം ചെയ്യാതിരി. എവി, എനിക്ക് നിന്നെ എന്തിഷ്ടാന്നറിയും. അതെനിക്ക് നിന്റെ കണ്ണിലൂടെ മനസ്സിലാവുന്നുണ്ട്. നിന്റെ പ്രവൃത്തിയിലൂടെ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് എന്നോട് ഒരു ദേഷ്യമില്ല. ഒരു ഘട്ടം എത്തുമ്പോ നീ എന്നെ വിട്ടിട്ട് പോവോ? ക്രിസ്, നിന്നോടുള്ള സ്നേഹം കാരണം എന്നെ ദ്രോഹിച്ച ക്രിസ്റ്റിയെ പോലെ ഞാൻ വിട്ടിട്ട് പോയില്ല. പിന്നാണോ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോടാ ഞാൻ അങ്ങനെ ചെയ്യുന്നു? ഹെവി, എവി, എനിക്ക് നിന്നോട് എല്ലാ കാര്യവും പറയണം. നീ ചെയ്യുന്ന ജോലിയെ പറ്റിയല്ലേ? അതെനിക്കറിയാം. ഇപ്പൊ നടന്നതെല്ലാം ഞാൻ ലൈവായി കണ്ടതല്ലേ. പിന്നെ മിക്കിയും കുറെയൊക്കെ പറഞ്ഞു തന്നു. പോരാത്തതിന് മുൻപ് എനിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞെട്ടിയില്ല. കള്ളുപിടിച്ച് ബോധമില്ലാഞ്ഞോണ്ട് എനിക്ക് നീ പറഞ്ഞതൊന്നും ഓർമ്മയില്ലെന്ന് കരുതിയോ? എന്നിട്ട് നീ എന്തോന്നും ചോദിക്കാതിരുന്നേ? അന്ന് ചോദിച്ചിരുന്നേ ഇങ്ങനൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റുമോ? ആരുടെ മുന്നിലും താഴത്തെ ക്രിസ് എന്റെ മുമ്പിൽ ഇരുന്ന് കരയുക. എവി, ആരൊക്കെ എന്നെ വിട്ടുപോയാലും അത് ഞാൻ ഓവർകം ചെയ്യും. പക്ഷെ അത് നീ ആയാൽ എനിക്കത് സഹിക്കില്ലട. തകർന്നു പോകും ഞാൻ. ക്രിസ്, ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു ടു. കണ്ണീർ പരമ്പര കഴിഞ്ഞോ ആവോ? ഇവനെ കൊണ്ട് നീ എപ്പോഴും അസ്ഥാനത്താണല്ലോടാ. ശീലമായി പോയട. ഇന്നത്തേക്കിനെല്ലാം പറഞ്ഞു തീർത്താ നാളെ എന്ത് ചെയ്യും? അല്ല, നാളത്തേക്കിന് എന്തേലുമൊക്കെ വേണ്ടേ? ഏവേ, നിനക്കെന്നോട് ദേഷ്യാണോ? ആണെന്ന് പറഞ്ഞാ ഇപ്പൊ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. അതാ ചോദിച്ചേ. മൂത്താനൊന്നും നോക്കില്ല. ഒരു ചവിട്ട് വെച്ച് തന്നോണ്ടല്ലോ.
ഇതൊട്ട് ശരിയല്ല. നിന്റെ കാമുകനോട് നീ ക്ഷമിച്ചു, എന്നിട്ട് നിനക്ക് എന്നോട് മാത്രം ദേഷ്യം. ഇറ്റ്സ് നോട്ട് ഫെയർ. അത് അങ്ങനെ തന്നെ, സഹിച്ചോ. എന്റെ പൊന്നോ, ഇപ്പൊ ഇങ്ങനാണ്, ഇനി അങ്ങോട്ട് എന്തായിരിക്കും? എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കോ? വേണ്ടി വന്ന ഞാൻ അതും ചെയ്യും. അളിയൻ പേടിക്കണ്ട, അളിയൻ എപ്പോ വേണേലും വീട്ടിലോട്ട് വരാം, ഞാൻ തടയൂല. അതെ, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനി ഇങ്ങനെ കൊന്നുകൊല വിളിച്ച് നടന്നാ മതിയോ? ഇല്ല, എല്ലാത്തിനും വിട്ടു നിൽക്കാനാ പ്ലാൻ. മൊത്തത്തിലല്ലെങ്കിലും ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കുടുംബവും കുട്ടികളായിട്ട് ജീവിക്കാമെന്ന് കരുതി. അത് നല്ല തീരുമാനമാ. അല്ല നീൻകുട്ട, ഇത് വീട്ടിൽ അവതരിപ്പിക്കണ്ടേ? കല്യാണമൊക്കെ കഴിക്കണ്ടേ? അപ്പനോട് പറയാം, പക്ഷേ കല്യാണം ഇപ്പോഴേ വേണ്ട. ഞങ്ങൾ ഇപ്പോഴല്ലേ ഒന്ന് ഒന്നിച്ച്, ഇനി കുറച്ച് പ്രേമിച്ചിട്ടൊക്കെ കെട്ടുന്നുള്ളൂ. പോരെ? എല്ലാം എന്റെ പൊണ്ടാട്ടി പറയുന്ന പോലെ. ക്രേസ് എന്തോ ചുമ്മാ സ്നേഹം കൊണ്ടല്ലേ? അത്ര സ്നേഹം വേണ്ട. ഓക്കെ പൊണ്ടാട്ടി. ഡാ ക്രിസ്റ്റി, ആരൊക്കെയത്? ഞാൻ കരുതി എന്നോടുള്ള വിരോധം കാരണം വരില്ലെന്ന്. ഞാൻ കരുതിയത് നാൻസിയെ കൊന്ന കേസ് മാത്രമാണ് നീ ഏറ്റെടുത്തേന്ന്. ഇവിടെ വന്നപ്പോ അറിഞ്ഞല്ലോ എല്ലാ കേസും എടുത്ത് പെടലേക്ക് വെച്ചെന്ന്. അവളെ കൊന്നതിന് തന്നെയാ കീഴടങ്ങിയത്. പിന്നെ കരുതി ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയതല്ല, ഒരു പ്രായശ്ചിത്തം ആയേക്കാമെന്ന്. പോലീസുകാരാണ് ഒരാളെ തപ്പി നടക്കായിരുന്നു, ഉള്ള കേസെല്ലാം പെടലേക്ക് വെച്ച് തരാൻ. അങ്ങനെയും ഈ കുറ്റം ചെയ്തത് മാഫിയ അല്ലെന്ന് തെളിയിക്കണമല്ലോ. ആരെങ്കിലും അകത്തിട്ട് ഈ കേസ് അങ്ങ് വെളുപ്പിക്കണം, അത്ര തന്നെ. എന്തായാലും ഞാൻ ഇതിന് അർഹതപ്പെട്ടവനാ. നിനക്കിട്ട് പണിയാനോന്ന് കരുതിയപ്പോ ഇനിയിപ്പൊ എങ്ങനാടാ? ഇനിയിപ്പൊ നീ എന്തായാലും പുറത്തിറങ്ങ, എന്നിട്ട് കാണാം. നീ ധൃതി കൂട്ടാതിരി സഹോദര, സമയമുണ്ടല്ലോ. അതുവരെ എനിക്കിട്ട് പണിയാനുള്ള പ്ലാൻ നീ ഇപ്പോഴേ തയ്യാറാക്കിക്കോ. എവി, നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. ഐ എം സോറി. വേറൊരു ക്ഷമാപണം നിനക്കുണ്ടായ മുറിവുകൾക്ക് പരിഹാരമല്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ചെയ്ത എല്ലാ കൊള്ളരുതായ്മയ്ക്കും മാപ്പ്. പിന്നെ നിന്നോട്, അവളോടുള്ള പ്രേമം കാരണം നിന്നെ ഞാൻ അവിശ്വസിച്ചു. എല്ലാം എന്റെ തെറ്റാ. സത്യാവസ്ഥ ഞാൻ തിരക്കണമായിരുന്നു. സോറി. കേട്ടില്ല എന്നാ കേക്കണ്ട, പട്ടി. ക്രിസ്റ്റി, എവി പേടിക്കണ്ട. നിങ്ങളുടെ ലൈഫിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കി ഞാൻ വരില്ല. സന്തോഷായിരെ. പിന്നെ നിങ്ങളുടെ കല്യാണത്തിന് എന്നെ വിളിക്കണം. പരോളെടുത്ത് ഞാനങ്ങ് വരും. ആലോചിക്കട്ടെ. ലൈനുള്ളതിന്റെ അഹങ്കാരം ചെറ്റ. അങ്ങനെ കഴിവുള്ളവര്. ടൈം കഴിഞ്ഞു. എന്നാ ശരി ക്രിസ്റ്റി. ഓക്കെ, ബൈ. ടേക്ക് കെയർ. അപ്പ ക്രിസ്റ്റിയെ കാണാൻ ഇറങ്ങിയതാണോ? ഇനി കണ്ടിട്ടെന്തിനാ? ഞാൻ പരമാവധി നോക്കിയത് അവനെ ഇതിന്ന് ഊര്. പക്ഷെ ശിക്ഷാവധി കുറയ്ക്കല്ലാതെ വേറൊന്നും നടന്നില്ല. എന്ത് ചെയ്യാന്? അവൻ ഒറ്റ മൈൻഡ് നിൽക്കുക. ഒന്നുമില്ലെങ്കിലും ഇതിനെല്ലാം ഞാനിവിടെ കാരണമാ. അന്ന് നീ പറഞ്ഞത് കേട്ടിരുന്നേ ഇപ്പോ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കുമോ? എന്തിനാ വെച്ചാ സോറി. വിശ്വാസം അത് നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ മോനെ. അത് വിട്, പഴയതെല്ലാം ഞാൻ മറന്നു വരുക. അത് മാത്രല്ല, ഇതിന്റെയൊക്കെ പിന്നിക്കളിച്ച അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. ആരാപ്പ? നീ അറിഞ്ഞു കാണുമല്ലോ, ക്രിസ്റ്റിയുടെ മുകളിൽ നാൻസിയെ കൊന്ന കേസ് മാത്രമല്ല, മറ്റു കേസുകളുള്ള കുറ്റവാളി ഒരു മാഫിയ ഗ്രൂപ്പാ, SK. അവന്മാരെ എന്റെ കൈ കിട്ടും. പോലീസുകാർക്ക് എത്രയൊക്കെ വെളുപ്പിക്കാൻ നോക്കിയാലും ഞാൻ വിടില്ല. അത് വേണം അങ്കിൾ. അതന്നെപ്പാ, വെറുതെ എന്തിനാ അവന്മാരുടെയൊക്കെ പുറകെ പോയിട്ട്? ഒന്നാമതേ പ്രായം കൂടി വരുക. ഡാ അല്ല, ഇത് ഹായ് അങ്കിൾ, ഞാൻ അയാൻ. മോനെ ഞാൻ ക്രിസ്റ്റിയുടെ കൂടെ പലതവണ കണ്ടിട്ടുണ്ട്. അല്ല, ഇവനുമായി എന്റെ ഫ്രണ്ടാണോ അതോ ബോയ് ഫ്രണ്ടാണോ? ബോയ് പിന്നെ ഫ്രണ്ട് ആകുമ്പോ അല്ലേ ബോയ് ഫ്രണ്ട് അല്ലേ? മതി പരിങ്ങിയത്. ഒന്നുമില്ലേലും ഞാനൊരു പോലീസുകാരനല്ലേ, അതിന്റെ മര്യാദയെങ്കിലും കാണിക്കടാ. യെസ് സർ. എന്താടാ മോനെ, നിനക്ക് വയ്യേ? നീ ഓക്കെ അല്ലേ? അതെ അങ്കിൾ. എന്നാ ഞാൻ ചെല്ലട്ടെ.
ഇവനൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം വാങ്ങിക്കൊടുക്കും. ഒച്ച ഉണ്ടാക്കി ക്ഷീണിച്ചു കാണും. നിന്റെ തന്തയായോണ്ട് പറയല്ല, അങ്ങേർക്കൂക്കാൻ ടിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. അതെ, പറഞ്ഞു കേട്ടല്ലോ, അങ്ങള് നിങ്ങളുടെ പുറകെയാ, ഒന്ന് സൂക്ഷിച്ചോ. ഏയ്, അതൊക്കെ നമ്മള് മാനേജ് ചെയ്യും അല്ലേടാ? അതെ, ആയാ കൊള്ളാം. ഇല്ല, ഇനി കല്യാണം ജയിലിൽ വെച്ച് നടത്തേണ്ടി വരും. വാവ്, വാട്ട് എ പോസിറ്റീവ് ഹസ്ബൻഡ്. ഇത് കൊള്ളു, നിനക്ക് ഇനിയൊന്നും വരാനില്ലടാ. ഇത് തന്നെ എനിക്ക് നിന്നോടും പറയാനുണ്ട്. അയ്യോ, മിക്കോട് ഞാൻ നേരത്തെ ചെല്ലാന്ന് പറഞ്ഞാ മറന്നുപോയി. ഇന്നവൻ എന്നെ കൊല്ലും. ഞായി നിന്റെ മരിപ്പിനുള്ള പരിപ്പടയും ചായ ഞാൻ വാങ്ങിയിട്ട് വരാം. പോടാ പൊട്ടി. എന്തൊരു മഴയാ. ഞാൻ അന്നേരെ പറഞ്ഞ കാറെടുത്താ മതിയെന്ന്. അപ്പൊ അവന്റെ ഒരു വെറൈറ്റി. എന്ന് നീ ഇത് പറയുന്നു, അന്നെല്ലാം അടാറായി മൂഞ്ചു. ഹൈവി, നീ ഇങ്ങനെ ബേജാറാവാതെ ടൈം നോക്ക് മോനെ. ഇനി മഴ മാറി എപ്പ വീട്ടിൽ എത്താനാ? വീട്ടിലെന്തായാലും ഇച്ചാനില്ലേ അപ്പന് കൂട്ടിന്. പിന്നെന്താ? എന്നാലും ഒരെന്നാലും ഇല്ല. ഇനി മഴ മാറിയിട്ട് പോകുന്നതൊന്നും നടക്കില്ല. വാ, ഇവിടെ എനിക്കൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാം. ഇതൊന്ന് മിക്കിയെ കൊണ്ടുവന്ന അപ്പാർട്ട്മെന്റ് അല്ലേ? അപ്പൊ ഇത് ക്രിസ്റ്റിയുടെ അല്ലല്ലേ? അല്ല, എന്റെയാ. നാട്ടിൽ വന്നിട്ട് നിക്കാൻ വേണ്ടി വാങ്ങിയതാ. എന്നാ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, കൂട്ടിന് ഞാൻ വരണോ? എവി, ഇപ്പൊ നിന്നെ കാണാൻ ഒരു ബുബാ ബോളിനെ പോലുണ്ട്. കടിച്ച് തിന്നാൻ തോന്നുന്നു. ഗ്രേസ്, അതുകൊണ്ട് എന്റെ മോൻ പോയി കിടന്നോ. ഉറങ്ങിയാ ചെലപ്പോ ഞാൻ വെറുതെ വിടും. ഇല്ല, എന്റെ കൺട്രോള് പോയിട്ട് പിന്നെ എന്നെ ഒന്നും പറയരുത്. അതിന് കൺട്രോള് ആരാ പറഞ്ഞു? എവി, ആർ യു സീരിയസ്? യാ, ഐ ആം ഡാം സീരിയസ്. എനിക്ക് മനസ്സുകൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ടും നീയുമായി ഒന്നാവണമെന്നുണ്ട്. ഐ നീഡ് യു. നിനക്ക് പറ്റില്ല, കുഴപ്പമില്ല, ഇനിയും ടൈം ഉണ്ടല്ലോ. ഹേയ്, നിന്റെ സമ്മതത്തിനായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ബേബി. സോ ക്യാൻ ഐ? எம்புட்டு இருக்குது ஆசை ஓ மேல அத காட்ட போறேன். அம்பிட்டு அழகையும் நீங்க தாலாட்ட கொடியேத்தவார உள்ளத்தை கொடுத்தவ ஏங்கும் போது உம்முன்னு இருக்கிறியே. செல்லத்தை எடுத்துக்க கேட்க வேணாம் அம்மம்மா சத்திரியே. கொட்டி கவுக்குற ஆளையே എത്ര നാളായെന്നറിയോ ഇങ്ങനൊരവസരത്തിനായി കാത്തിരിക്കുന്നു. അത് ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് കരുതിയില്ല. ക്രിസ്, ഒരു മയത്തിലൊക്കെ വേണം. ആലോചിക്കും. ക്രിസ്, do you think I'm fucking gentle? സോറി കുട്ടാ, ഈ കാര്യത്തിൽ എന്നിൽ നിന്ന് മയൊന്നും പ്രതീക്ഷിക്കരുത്. ക്രിസ്, no, call me daddy. எம்புட்டு இருக்குது ஆசை ஓ மேல அத காட்ட போறேன். அம்பிட்டு அழகையும் நீங்க தாலாட்ட கொடியேத்தவார
கள்ளம் கபடம் இல்ல உனக்கு என்ன இருக்குது மேலும் பேச பள்ளம் அறிஞ்சு வெள்ளம் வடிய சொக்கி கிடக்கிறதே கூச தொட்டு கலந்திட நீ துணிஞ்சா மொத்த உலகையும் பார்த்திடலாம் சொல்லி கொடுத்திட நீ இருந்தா சொர்க்க கதவையும் சாத்திடலாம் உன்னை பார்க்காதத இப்போ நீ காட்டிட விஷம் போல ஏறுதே சந்தோஷம் எம்புட்டு இருக்குது ஆசை உன் மேல அத காட்ட போறேன் அம்பிட்டு அழகையும் நீங்க தாலாட்ட கொடியேத்த வாரேன் ஒத்தலையிட்டும் ஒன்ன நினைச்சு கொத்து விளக்கென மாறி போச்சு கண்ண கதுப்பு என்ன பறிக்க நெஞ்ச கோழியதும் ஏடு ஆச்சு 10 தலை கொண்ட ராவணனா உன்னை ரசிக்கணும் தூக்கி வந்து Daddy. Baby, you're so soft. எம்புட்டு இருக்குது ஆசை உன் மேல அத காட்ட போறேன் அம்பிட்டு அழகையும் நீங்க தாலாட்ட கொடியேத்த வாரேன் പിണക്കമാണു എന്നോട് ഇണക്കമാണു അടുത്തു നിന്നാലോ എന്റെ കുട്ടിന് പിണക്കം മാറൂലേ അങ്ങോട്ട് മാറി നിക്ക് ഷെടാ 5 മിനിറ്റ് വൈകിയാനാണോ ഈ ദേഷ്യം വെറും 5 മിനിറ്റോ അല്ല 1 മണിക്കൂർ നീ എപ്പോഴും ഇങ്ങനെ വരാന്ന് പറഞ്ഞ കൃത്യസമയത്ത് എത്തൂല ബേബി ഞാനൊരു കിസ് തന്നാ പിണക്കം മാറോ നീ ഒന്ന് പോയേ ചുമ്മാതെ കുഞ്ഞു കളിക്കൂ അത് കൊള്ളാം ഓരോരുത്തൊക്കെ ബോയ് ഫ്രണ്ട് റൊമാൻറ്റിക് ആവാത്തതാ പ്രശ്നം ഇവിടെ ഞാൻ റൊമാൻറ്റിക് ആവുന്നതാ പ്രശ്നം ഇതാണോ റൊമാൻസ് പിന്നെ എന്താണാവോ മഹാത്മാവിന്റെ റൊമാൻസ് വ്യക്തമാക്കിയാലും ഗുരു ഓടാ അതോ എന്റെ ബേബിക്ക് ഡാർക്ക് റൊമാൻസ് ആണോ ഇഷ്ടം അതെന്താ ബെസ്റ്റ് ഞാനിത് ആരോടാ പറയണേ ഒരു പിഞ്ചു ബാലനോടാണെന്ന് ഞാൻ മറന്നുപോയി ദേ എന്നെ ചെറുതാക്കി പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല പിന്നെ എങ്ങനെ പറയാതിരിക്കും നിനക്ക് വയസ്സ് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ ശരീരം ബുദ്ധിയൊന്നും വളർന്നിട്ടില്ല ഒരു കാര്യം അറിയത്തില്ലെന്ന് പറഞ്ഞതിന് ഇങ്ങനെയൊക്കെ പറയണോ അതെന്താന്ന് പറഞ്ഞു തന്നൂടെ അത് ശരിയാ വളരെ ശരിയാ അത് നിനക്ക് മനസ്സിലാവാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ കാണിച്ചു തരുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനി വാ ഹേയ് എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ നിനക്ക് മനസ്സിലാവണ്ടേ നിനക്ക് ഇന്നത്തെ നൈറ്റോടെ എല്ലാം മനസ്സിലാവും ഇവിടെ കിടക്ക് അമ്മേ ഒതുക്കി ഇടടാ ഇനി എന്നെ പിടിച്ചാ കിട്ടൂല എല്ലാം ഫാസ്റ്റ് ആയിരിക്കും അല്ല ഇതെന്തിനാ ഇതോ ചുമ്മാ രസത്തിന് ഏയ് നീ എന്തീ കാണിക്കുന്നെ എന്നെ എന്തിനാ ലോക്ക് ചെയ്യുന്നേ അത് ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണിച്ചു തരാം വേണ്ട വീണ്ടും நான் காத்திருக்கேன் கனோரம் பார்க்காத பெண்ணே என்னும் வெளிய உன்னாலே உனக்காக என் இதயம் துடிக்குது பெண்ணே நீ இல்லா உலகத்தில் நாம் வாழ மாற்றே
കണ്ണേനാ ഉനക്കായ ഹൃദയം തുടിക്കതെന്നെ നീ സർ വഴിയെല്ലാം நான் உன்னை தேடுகின்றேனே നീ എന്താ ഇങ്ങനെ നടക്കുന്നേ? മുടന്തി ഇന്നലെ ഒരു സംശയം തീർത്തതാ. അല്ല, നിന്റെ മുഖത്ത് നല്ല ക്ഷീണുണ്ടല്ലോ. ഇന്നലെ ക്രിസും തീർത്തു അല്ലേ സംശയം? ചെറുതായിട്ട്. സ്വാഭാവികം. അപ്പോ നാളെ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് നാളെ ആ റെസ്റ്റോറന്റ് മൊത്തത്തിലങ്ങ് ബുക്ക് ചെയ്യാം. ഞാൻ എബീനെ അവിടെ കൊണ്ടുവരാം. ഇതെന്താ ഈ റെസ്റ്റോറന്റ് വേറെ ആരും ഇല്ലാതെ? സർ, ദിസ് ഇസ് ഫോർ യു. എനിക്കോ? ഇതാര് തന്നെയാ? അതൊക്കെ പറയാം സർ. ഇവിടെ ഇരിക്കും. ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാൽ നിന്നെ ഹിജാബില് തുന്നിയതാരേ ഹിലാലിന്റെ മാനത്തെ വൈരക്കല്ലിൻ മുത്താലിന്റെ കിനാവ് കിലോക്കിയ ഹാലേ കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയെല്ലാം തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ മനമേ മനമേ ലൈലിനാഴം പോലാനാണ് കുഴിയെ കണ്ടേ കണ്ടേ കൽപ്പിൽ അറബന മുട്ടായേ ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാൽ നിന്നെ ഹിജാബില് തുന്നിയതാരേ ഹിലാലിന്റെ മാനത്തെ വൈരക്കല്ലിൻ മുത്താലിന്റെ കിനാവ് കിലോക്കിയ ഹാലേ Evie, will you marry me? Yes. I love you, baby. I love you too. ലൈലാന്റെ നിലാവതിനാലെ മജ്നൂനായി മാറും പോലെ ജന്നാത്തിലെ പാപിൻ പടിയേലായേ അലിവാർന്നൊരു വാക്ക് പറഞ്ഞ് എരിവുള്ളൊരു നോട്ടമെറിഞ്ഞ് അനുരാഗ പെരുമഴയാലെ നനഞ്ഞേ കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയെല്ലാം തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. എവിയും ഗ്രീസും ഇപ്പോഴും പ്രേമിച്ച് നടക്കുക. അവർക്ക് ഇപ്പോഴൊന്നും കല്യാണം വേണ്ടെന്നാ പറയുന്നത്. മിക്കിയും ആൻസനും ആണെങ്കിൽ അടിയാണെങ്കിലും അവരുടെ സ്നേഹത്തിനൊന്നും കുറവൊന്നുമില്ല. ഇപ്പോ ആൻസനും ക്രിസും കൂടെ നാട്ടിലൊരു കമ്പനി സ്റ്റാർട്ടാക്കാൻ തീരുമാനിച്ചു. കാര്യങ്ങൾ ഇത്രയൊക്കെ പെട്ടെന്ന് ശരിയാവുന്ന ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല. അല്ലേലും അൺഎക്സ്പെക്ടഡ് ആയി കിട്ടുന്നതിന് പ്രത്യേക ഒരു ഭംഗിയാ. പിന്നെ ഞാൻ ചായ ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് മോനെ. എന്റെ കൊച്ചിനെ മര്യാദക്ക് നോക്കിക്കോണം. ഓ ശരി അങ്ങുന്നേ.
നിങ്ങൾക്ക് കിട്ടാതെ തന്നെ ബെസ്റ്റ് പണിയാ കിട്ടിയേക്കുന്നത്. പോടാ. ഡാ എന്നാലും എനിക്ക് തരാനുള്ളത് മിക്ക നിനക്ക് തരുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അത് ഞാൻ വെറുതെ ഒരു രസത്തിന്. വീട്ടിലോട്ട് വാട്ടോ, രസം ഞാൻ സാമ്പാറാക്കി തരാം. ശുഭം. അതെ, എല്ലാരും ഒന്ന് നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. അത് കൊള്ളാം. സ്മൈൽ പ്ലീസ്. ഓക്കെ, പെർഫെക്റ്റ്.